Dear students, today we are going to discuss some problems relating to computation of profits and gains of business or profession. പക്ഷെ അതിനു മുന്നോടിയായിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസിൻ്റെ കൂടെ ചില ഐറ്റംസ് ആഡ് ചെയ്യുന്നു, ചിലവ ലെസ് ചെയ്യുന്നു എന്നൊക്കെ. അവ പരമാവധി ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതൊന്ന് നമുക്കതിലുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് വെച്ചാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് വെച്ചാണ്. നെറ്റ് പ്രോഫിറ്റ് ഇതല്ല. ഈ നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം കാണുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ല ആക്ച്വലി ടാക്സബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ചില ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരമാവധി ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്നത്. ആഡ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് നോട്ട് അലവബിൾ. അത് ആഡ് ചെയ്യാണല്ലോ വേണ്ടത്, അറിയാലോ. എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് നോട്ട് അലവബിൾ. അലവബിൾ അല്ലാത്ത എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കുറയല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് കുറയാൻ പാടില്ലായിരുന്നു. അത് വന്നിട്ടില്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പോഴുള്ള പ്രോഫിറ്റിൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം. ഓക്കെ. ദെൻ ബിസിനസ് ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബിസിനസ് ഇൻകം ആണ്, പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പ്രോഫിറ്റ് കുറയും. അപ്പോൾ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണം. ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നെറ്റ് പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് അത് ആഡ് ചെയ്യണം. എക്സസ് ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും, അത് ആഡ് ചെയ്യണം. ഓക്കെ. ഇങ്ങനെ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എക്സെപ്റ്റ് വേർ ദേ ആർ അലവബിൾ. അലവബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് റിസർവ്സ് അല്ലാതെ മറ്റെല്ലാ പ്രൊവിഷൻസ് ഓഫ് റിസർവ്സും അലവബിൾ അല്ല. അതൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യണം. പേയ്മെൻറ്റ്സ് എക്സീഡിങ് ₹10,000 ഇൻ ക്യാഷ് ഓർ ബെയറർ ചെക്ക്. നമുക്കറിയാം 10,000 കൂടുതലായിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ്സും നടത്തേണ്ടത് ക്രോസ്ഡ് ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ്. ഓക്കെ. അങ്ങനെ ക്രോസ്ഡ് ചെക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലാതെ ക്യാഷ് ആയിട്ടോ അല്ലെ ബെയറർ ചെക്കായിട്ടോ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് ഡിസലൗഡ് ആണ്. അത് നമ്മൾ ആഡ് ചെയ്യണം. എനി എക്സസീവ് ഓർ അൺറീസണബിൾ പേയ്മെൻറ്റ്, എക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറീസണബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആഡ് ചെയ്യണം. പേയ്മെൻറ്റ്സ് വിത്തൗട്ട് TDS വേർ ഇറ്റ് ഈസ് മാൻഡേറ്ററി. TDS മാൻഡേറ്ററി ആയിരുന്നു. ഒരു പേയ്മെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ TDS കട്ട് ചെയ്ത ശേഷമേ നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ TDS കമ്പൽസറി ആയിട്ടുള്ള പേയ്മെൻറ്റിൽ നമ്മൾ TDS നടത്താതെ പേയ്മെൻറ്റ് നടത്തി. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻസ് ഡിസലൗഡ് ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ ഡിസലൗഡ് ആയിട്ട് കണക്കാക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പിന്നും വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം. ഓക്കെ. ഡ്രോയിങ്സ് ബൈ ദി പ്രൊപ്രൈറ്റർ ഓർ പാർട്ട്നേഴ്സ് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മീതെ ഇൻട്രസ്റ്റ് എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇൻട്രസ്റ്റ് കണക്കാക്കിക്കൊണ്ട് അയാൾ നിശ്ചിത എമൗണ്ട് എടുക്കുകയാണെങ്കിൽ ആ നോഷണൽ എന്ന് പറയുന്നത്, ആ നോഷണൽ ഇൻട്രസ്റ്റ് ഡിസലൗഡ് ആണ്. പേഴ്സണൽ എക്സ്പെൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ഡിസലൗഡ് ആണ്. അത് ആഡ് ചെയ്യണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി ആവുന്ന സമയത്തുള്ള അലൗഡ് ആണ് എന്നുള്ള കാര്യമൊക്കെ ഓർക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൊണേഷൻസ് ആൻഡ് ചാരിറ്റീസ്
ഇത് ഡിസലൗഡ് ആണ്. പാസ്റ്റ് ലോസസ്, മുൻപുള്ള ലോസസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്, ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസസ് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. അത് ഡിസലൗഡ് ആയതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യണം. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ഇതൊന്നും ഡിസലൗഡാണ്. ഇതൊക്കെ ഡിസലൗഡ് ആയിട്ടുള്ളത് കൊണ്ട് അത് ആഡ് ചെയ്യണം. എന്നാൽ പ്രൊഫഷൻ ടാക്സ് അലവബിൾ ആണ്, ഓർത്തുള്ളത്. പെനാൾട്ടീസ് ഫോർ വയലേഷൻ ഓഫ് ലോ, ഏതെങ്കിലും ആക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിലെ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ വയലേറ്റ് ചെയ്തതിന് പെനാൾട്ടി കൊടുക്കേണ്ടി വരിക, അങ്ങനെ ഫൈന് കൊടുക്കേണ്ടി വരിക, അതൊന്നും അലൗഡ് അല്ല, ഡിസലൗഡ് ആണ്. അതുകൊണ്ട് അത് ആഡ് ചെയ്യണം. പേയ്മെന്റ്സ് ഇൻ ദി നേച്ചർ ഓഫ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ടു ഏജൻസ് എക്സെട്ര, അത് ഡിസലൗഡ് ആണ്. ഓക്കെ, ആഡ് ചെയ്യണം. ലിറ്റിഗേഷൻ എക്സ്പെൻസ് ഇൻ ക്രിമിനൽ കേസസ്, ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ലീഗൽ ചാർജസ് ഒക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽ കേസിനുള്ള ലീഗൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അത് ഡിസലൗഡ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആയി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് കാണിച്ചത് കൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ചത് ആഡ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഡിസലൗഡ് ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ ഓണർ ഓർ പാർട്ട്ണർ, ഇത് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ്, സ്വന്തം ലൈഫിനും ഇത് ഇൻഷുറൻസ്, അത് ബിസിനസ് എക്സ്പെൻസ് അല്ല, അത് ആഡ് ചെയ്യണം. എക്സ്പെൻസസ് ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് ഓഫീസ്, ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അത് ഡിസലൗഡ് ആണ്, അത് നമ്മൾ ആഡ് ചെയ്യണം. എക്സ്പെൻഡിച്ചർ ടു ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ഷെയർസ് എക്സെട്ര, ഇതൊക്കെ ക്യാപിറ്റൽ നേച്ചറോട് കൂടിയിട്ടുള്ളതാണ്, അത് നമ്മൾ ആഡ് ചെയ്യണം. പേയ്മെന്റ് ഫോർ ഗുഡ് വിൽ, അത് ആഡ് ചെയ്യണം. ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് അതർവൈസ് ദാൻ ഫോർ അഡ്വർടൈസ്മെന്റ്, അഡ്വർടൈസ്മെന്റ്സ് എന്ന രൂപത്തിലല്ലാതെയുള്ള ഗിഫ്റ്റ് പ്രസന്റ് ഒക്കെ കൊടുക്കുന്നത് ഡിസലൗഡ് ആണ്, അത് നമ്മൾ പ്രോഫിറ്റ്. ഇങ്ങനെയുള്ള ഈ ഐറ്റംസ് ഒക്കെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾക്കത് ഐറ്റംസ് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് മാത്രമാണ് എന്നോ അല്ലെങ്കിൽ ഇതെല്ലാം വരുമെന്നോ അല്ല ഇതിനർത്ഥം. പരമാവധി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെയും മറ്റ് ഐറ്റംസ് നിങ്ങൾ മനസ്സിലാക്കുക. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസ്, അതുപോലെ പേഴ്സണൽ നേച്ചറോട് കൂടിയിട്ടുള്ള എക്സ്പെൻസ്, അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ ഡിസലൗഡ് ആണ്. നമ്മൾ നേരത്തെ അലവബിൾ ഡിഡക്ഷൻസ്, എക്സ്പെൻസസ് എക്സ്പ്രസ്ലി ഡിസലൗഡ് എന്നെല്ലാം പറഞ്ഞ് പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതാണ്. ഇവിടെ ഞാൻ അവയിൽ ചില ഐറ്റംസ് ഉൾപ്പെടുത്തി ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പ്രസന്റ് ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അതുപോലെ ലെസ് ആൻഡ് ഐറ്റംസ് നോക്കൂ. ഇൻകംസ് ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് നോട്ട് ചാർജബിൾ അണ്ടർ ദിസ് ഹെഡ്. എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, നോട്ട് ചാർജബിൾ അണ്ടർ ദിസ് ഹെഡ്, ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, പക്ഷെ അതവിടെ വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ പാടില്ലാത്ത ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അപ്പോൾ കുറയാൻ വേണ്ടിയിട്ടത് ലെസ് ചെയ്യണം. അലവബിൾ എക്സ്പെൻസസ് ബട്ട് നോട്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അലവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കാണിച്ചിട്ടില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കാണിക്കാത്തതുകൊണ്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അപ്പോൾ അതും കൂടെ ലെസ് ചെയ്തിട്ട് പ്രോഫിറ്റ് കുറയണമെങ്കിൽ അത് ലെസ് ചെയ്യും. ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പ്രോഫിറ്റ് കൂടും, അപ്പോൾ അത് ലെസ് ചെയ്യണം. അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആവുന്ന സമയത്തും പ്രോഫിറ്റ് കൂടും, അപ്പോൾ അത് ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നോട്ട് ചാർജ്ഡ് ബട്ട് അലവബിൾ, അലവബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കാണിച്ചില്ല. ഡെബിറ്റ് സൈഡ് കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ട് കുറയ്ക്കണം. വെയ്റ്റഡ് ഡിഡക്ഷൻ അലവബിൾ ഇഫ് എനി, മറ്റ് വല്ല വെയ്റ്റഡ് ഡിഡക്ഷൻസും, നമുക്ക് അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻസും കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റിന് അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻ ആണ്, അത് നമ്മൾ പ്രോഫിറ്റിന് കുറയ്ക്കണം. ഓക്കെ, അതർ എലിജിബിൾ ഡിഡക്ഷൻസ് ആസ് അലൗഡ് ബൈ ദി ആക്ട്, മറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് വല്ലതുണ്ടെങ്കിൽ അതൊക്കെ. ഓക്കെ, ഇത്രയും ഐറ്റംസ് ലെസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന നെറ്റ് എമൗണ്ട് ആണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മയിൽ വരാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് അതിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ ചില എക്സ്പെൻസസ് കണ്ടു കഴിഞ്ഞാൽ അവ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഐറ്റം ആണോ അല്ല അഡ്മിസിബിൾ അല്ലാത്ത എക്സ്പെൻസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിലേക്കാണ് നാം
പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദി ഫോളോയിങ് എക്സ്പെൻസസ് ആർ അഡ്മിസിബിൾ ഓർ നോട്ട്. അഡ്മിസിബിൾ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണോ അല്ല നോട്ട് ഡിഡക്റ്റിബിൾ ആണോ എന്ന് നിങ്ങൾ പറയണം. റീസണും വേണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണെങ്കിലും ക്വസ്റ്റ്യൻ രൂപത്തിൽ ഞാൻ തന്നെന്ന് മാത്രം. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ്. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിഡക്റ്റിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഡിഡക്റ്റിബിൾ അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. എന്തുകൊണ്ടാണ് ബാഡ് ഡെറ്റ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ക്രെഡിറ്റ് സെയിൽ നടത്തുന്നത് കൊണ്ടാണ്. ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ നോർമൽ ബിസിനസ് ആക്ടിവിറ്റി ആണല്ലോ ക്രെഡിറ്റ് സെയിൽ നടത്തുക എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് അത് ഡിഡക്റ്റിബിൾ എക്സ്പെൻസ് ആണ്, അലവബിൾ എക്സ്പെൻസ് ആണ്, അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ് എന്നെല്ലാം പറയാം. നോക്കൂ, bad debts are incurred due to credit sale of goods. It is an ordinary business expenditure, therefore it is an allowable deduction. Okay, ഇനി അടുത്ത ഐറ്റം നോക്കൂ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന്റെ പ്രൊവിഷൻ അതെന്താ? നമ്മൾ ഭാവിയിൽ ഒരു നഷ്ടം സംഭവിക്കുമോ എന്ന് കരുതി പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി അതൊരു എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് അത് ഡിസലൗഡ് ആണ്. Provision for bad and doubtful debts is provision made in anticipation of future expense, so it is not deductible. Okay, brokerage paid for raising loan for the business. ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോൺ റേസ് ചെയ്യാൻ വേണ്ടി ബ്രോക്കറേജ് വന്നു, അത് സാധാരണ ബിസിനസ് എക്സ്പെൻസ് തന്നെയാണ്, അത് ഡിഡക്റ്റിബിൾ ആണ്. ബ്രോക്കറേജ് പെയ്ഡ് ഫോർ റേസിംഗ് ലോൺ ഫോർ ദി ബിസിനസ് ഈസ് എൻ എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ബിസിനസ്, ഹെൻസ് ഇറ്റ് ഈസ് അലവബിൾ ഡിഡക്ഷൻ. ഓക്കെ, യെസ്. ഫോർത്ത് വൺ, കമ്മീഷൻ പെയ്ഡ് ഫോർ സെക്യൂറിങ് ബിസിനസ് ഓർഡേഴ്സ്. ബിസിനസ് ഓർഡർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മീഷൻ കൊടുത്തു, അതൊക്കെ നോർമൽ ബിസിനസ് ആക്ടിവിറ്റി തന്നെയാണ്, അലവബിൾ ഡിഡക്ഷൻ ആണ്. Here commission is paid for securing business order. It is an ordinary business expense, so it is deductible. Okay, then fifth one എന്താണ്? ഡൊണേഷൻ പെയ്ഡ് ടു പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കുന്നത് ബിസിനസ് എക്സ്പെൻസ് അല്ല. ഓക്കെ, അത് ഡിസലവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. ഡൊണേഷൻ പെയ്ഡ് ഈസ് നോട്ട് എൻ എക്സ്പെൻസ് റിലേറ്റിംഗ് ടു, സോ ഇറ്റ് കനോട്ട് ബി ഡിഡക്റ്റഡ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ നോക്കൂ, expense for shifting a business from urban area to rural area. അപ്പോൾ എവിടുന്ന് എവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതെന്താ? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അത് ഡിഡക്റ്റിബിൾ അല്ല. സിക്സ്ത് വൺ ഡിസലവബിൾ ആണ്, അഡ്മിസിബിൾ അല്ല. ഓക്കെ, സിക്സ്ത് നോക്കൂ, എക്സ്പെൻസ് ഫോർ ഷിഫ്റ്റിംഗ് ബിസിനസ് is an expense of capital nature, so it is not deductible. Seventh one നോക്കൂ, capital expenditure on scientific research. Capital expenditure ആണ്, but this capital expenditure is incurred in relation to scientific research. Scientific research-ആയി ബന്ധപ്പെട്ടുള്ള നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Capital expenditure on scientific research incurred in relation to business is deductible in full. Okay, then eighth one, commission paid for purchasing raw material. It's a normal business operations, normal business expense, therefore it is deductible. Eighth one, deductible. Commission paid for purchasing raw materials is an ordinary business expense and is deductible. Okay, the ninth one, interest paid on loan which was originally taken for the acquisition of capital asset. ബിസിനസിന്റെ ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലോൺ, ആ ലോണിന് മീതെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഒക്കെ ബിസിനസിന്റെ നോർമൽ ബിസിനസ് എക്സ്പെൻസ് തന്നെയാണ്. ക്യാപിറ്റൽ അസറ്റ് ഫോർ business is deductible. Okay, then last one in the legal expenses paid to protect the building of the business. Business in the asset protect ചെയ്യുക, business in the property protect ചെയ്യുക, ആ പ്രൊട്ടക്ട് ചെയ്യുന്നതായി ബന്ധപ്പെട്ട് ലീഗൽ എക്സ്പെൻസ് ഒക്കെ വരുന്നു, അതൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്, എക്സ്പെൻസസ് റിലേറ്റഡ് ടു ബിസിനസ് ആണ്, അത് ഡിഡക്റ്റിബിൾ എക്സ്പെൻസ് ആണ്. 10th one, legal expense to pay to protect the building of business is an allowable deduction because it is incurred for protecting the interest of the business. Okay, അപ്പോൾ ആ 10 ഐറ്റംസ് നമ്മൾ പരിചയപ്പെട്ടു. നമുക്കതിൻ്റെ റീസണോട് കൂടി അലവബിൾ ആണോ അല്ല ഡിസലവബിൾ ആണോ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദി ഫോളോയിങ് എക്സ്പെൻസ് ആർ അഡ്മിസിബിൾ ഓർ നോട്ട്. ലോസ് ഡ്യൂ ടു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബൈ എംപ്ലോയി. ഇത് സാധാരണ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഒരു നഷ്ടം തന്നെയാണ്. മിസ്അപ്രോപ്രിയേഷൻ, എംപ്ലോയി മിസ്അപ്രോപ്രിയേഷൻ നടത്തിയ ക്യാഷ്, അങ്ങനെ ഉണ്ടാകുന്ന ലോസ്, അത് നോർമൽ ബിസിനസ് ഓപ്പറേഷൻ തന്നെയാണ്, നോർമൽ ബിസിനസ് എക്സ്പെൻസ് തന്നെയാണ്, അത് അലവബിൾ ആണ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഈസ് ഇൻകേർഡ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, ദെർഫോർ ഇറ്റ് ഈസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. ഓക്കെ, ദെൻ
2. Stock in trade was lost due to fire and the amount of stock destroyed debited to P&L account. അപ്പോൾ സാധാരണ സംഭവിക്കുന്ന ബിസിനസ്സിൽ സംഭവിക്കുന്നത് തന്നെയാണ്, allowable ആണ്. Stock is maintained for business purpose. The loss stock due to fire is an allowable expense. Okay. Then third one, GST paid by an assessee. Assessee GST കൊടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് GST എക്സ്പെൻസ് അസി പേ ചെയ്യേണ്ടി വരുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമപ്രകാരം പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ആണ്. അത് നോർമൽ ബിസിനസ് എക്സ്പെൻസ് തന്നെയാണ്, അത് ഡിഡക്റ്റബിൾ ആണ്, allowable deduction ആണ്. ഓക്കെ. Then നമുക്ക് fourth one, preliminary expense incurred before the commencement of production activities. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പ്രിലിമിനറി എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ആ പ്രിലിമിനറി എക്സ്പെൻസ് ഡിഡക്ഷൻ അനുവദനീയമാണ്, allowable ഡിഡക്ഷൻ ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 20% അല്ലെങ്കിൽ 1/5 ബിസിനസ് തുടങ്ങിയ വർഷം മുതൽ ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ 1/5 വീതം തുടർന്ന് അങ്ങോട്ടുള്ള 5 വർഷം അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാവുന്നതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. 1/5 of total preliminary expense is deductible each year for a period of 5 years starting from the year in which the business has commenced. Okay. Then fifth one, amount paid for acquiring know-how, ടെക്നിക്കൽ know-how അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പേയ്മെൻറ്റ്, അത് ഇറ്റ് ഈസ് അലൗഡ് ഡിഡക്ഷൻ ടു ഡിപ്രീസിയേഷൻ അറ്റ് എ ഫിക്സ്ഡ് റേറ്റ്. അപ്പോൾ ആ ടെക്നോളജി അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡിപ്രീസിയേഷൻ അനുവദനീയമാണ്. ആ ഡിപ്രീസിയേഷൻ പ്രത്യേകമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കൂടെ പ്രോബ്ലം ചെയ്ത ശേഷം ഡിപ്രീസിയേഷൻ പഠിക്കുന്ന സമയത്തവ നോക്കാം. ഇൻകം ടാക്സ് ഡിഡക്റ്റബിൾ അല്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ഡിഡക്റ്റബിൾ ബിസിനസ് നോട്ട് എ ബിസിനസ് എക്സ്പെൻസ്, നോട്ട് ഡിഡക്റ്റബിൾ. അതുപോലെ തന്നെയാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ഡിഡക്റ്റബിൾ അല്ല, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ദെൻ എയ്ത്ത് വൺ, എമൗണ്ട് സ്പെൻഡ് ഇൻ കണക്ഷൻ വിത്ത് ദി ഇൻസ്റ്റലേഷൻ ഓഫ് ടെലഫോൺ കണക്ഷനുമായി ബന്ധപ്പെട്ട് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് തന്നെയാണ്, ബിസിനസ്സിൻ്റെ നോർമലായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് തന്നെയാണ്, അത് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. ദെൻ നയൻത് വൺ, ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ദി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ടു എൻ എംപ്ലോയി. എംപ്ലോയീസിന് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കുകയും ആ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ടാക്സ് എംപ്ലോയർ ബിസിനസ് അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഡിസലൗഡ്, നോട്ട് അഡ്മിസിബിൾ എക്സ്പെൻസ് അല്ല. ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ഫ്രിഞ്ച് ബെനിഫിറ്റ് പ്രൊവൈഡഡ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ, അത് ഓർത്തോളുക. ദെൻ ലാസ്റ്റ് വൺ, എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ഗിവിംഗ് അഡ്വർടൈസ്മെന്റ് ഇൻ എ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടി പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് പേപ്പർ, മാഗസിൻ, സുവനിയർ, അതിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് നമുക്ക് അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ല, നോട്ട് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഡിസലൗഡ് ഐറ്റമാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഓഫ് മിസ്റ്റർ എക്സ് ആസ് ഡിസ്ക്ലോസ്ഡ് ബൈ ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേർ ₹4,05,000 ആഫ്റ്റർ ചാർജിങ് ദി ഫോളോയിങ്. ഇവയൊക്കെ ചാർജ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണുന്നു 4,05,000. എന്തൊക്കെ ഐറ്റംസ് ആണ് താഴെ തന്നിട്ടുള്ളത് നോക്കൂ. 1. ഡിപ്രീസിയേഷൻ ₹25,000. പിന്നെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ്, അലവബിൾ ഡിപ്രീസിയേഷൻ ഈസ് ഓൺലി ₹20,000. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 25,000 ആണ്, അലവബിൾ ആയിട്ടുള്ള എമൗണ്ട് 20,000 ആണ്. അപ്പോൾ എന്താ, ഇവിടെ ഡിപ്രീസിയേഷൻ ₹5,000 എക്സസ് ആയിട്ട് കാണിച്ചു, എക്സസ് ഡിപ്രീസിയേഷൻ സംഭവിച്ചു. 5,000 രൂപ അനുവദനീയമായതിനേക്കാളും 5,000 രൂപ ഡിപ്രീസിയേഷൻ അധികം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ കുറഞ്ഞിട്ടുണ്ടാവും. ഈ 4,05,000 കുറഞ്ഞു പോയി. ഇത്ര 4,05,000 അല്ല വരിക, അതിനേക്കാളും കൂടുമായിരുന്നു. ഈ 4,05,000 കുറഞ്ഞത് 25,000 കാണിച്ചതുകൊണ്ടാണ്. ശരിക്കും 20,000 കാണിക്കാൻ പാടുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 5,000 കൂടേണ്ടതാണ്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ 5,000 നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് ആൻസറിലൊന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,05,000. എക്സസ് ഡിപ്രീസിയേഷൻ ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് 5,000 ആഡ് ചെയ്തു. ഓക്കെ, ദെൻ ബാഡ് നെറ്റ് റിട്ടേൺ ഓഫ് 8,750 ആണ്. അത് നമുക്ക് ബാഡ് നെറ്റ് അലവബിൾ ഡിപ്രീസിയേഷൻ ആണ്. അത് ചാർജ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ചാർജ് ചെയ്യാവുന്നതുമാണ്, അത് നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടത്തേണ്ടതില്ല. എന്നാൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ടല്ലോ, ഇത് അനുവദനീയമല്ല.
ഇങ്ങനെ ഒരു ഐറ്റം എക്സ്പെൻസ് അലവബിൾ ആയിട്ടുള്ള ഐറ്റം അല്ല. പക്ഷെ ഇതും ചാർജ് ചെയ്തതിന് ശേഷം ഈ 4,05,000 കിട്ടി. അപ്പോൾ ഇത് ചാർജ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും കൂടെ പ്രോഫിറ്റ് കൂടുകയായിരുന്നു. അപ്പോൾ ആ 15,000 ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 15,000 ഇത് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കൂ അടുത്ത് മുനിസിപ്പൽ ടാക്സ് ഓൺ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ₹5,000. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് മുനിസിപ്പൽ ടാക്സ് കൊടുത്ത് 3,000 നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ബിസിനസ്സിൽ വരുന്നതല്ല, അത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഐറ്റമാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് അത് ഇവിടെ വരേണ്ടതല്ല. അപ്പം നമ്മൾ ഇതിവിടെ ചാർജ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഇത്ര കുറഞ്ഞതാണ്, 4,05,000 ആയി കുറഞ്ഞത് ഈ 3,000 വന്നതുകൊണ്ടാണ്. ഓക്കെ, ഇത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അതുകൂടെ കൂടുകയായിരുന്നു. അപ്പോൾ പ്രോഫിറ്റ് 3,000 പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് 3,000 ആഡ് ചെയ്തു. ഓക്കെ, ദെൻ 6th വൺ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 16,000. അതും ഡിസലവബിൾ ആണ്. ഓക്കെ, അതും ആഡ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കൂ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 16,000 ഇതെല്ലാം ആഡ് ചെയ്തു. അപ്പോൾ 39,000 മൊത്തം ആഡ് ചെയ്യണം. 4,44,000 ആണ് ടാക്സബിൾ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് വരുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ബിസിനസ് എക്സ്പെൻസ്, LIC പ്രീമിയം, സാലറീസ്, ബാഡ് ഡെറ്റ് റിസർവ്, ഡൊമസ്റ്റിക് എക്സ്പെൻസസ്, ഇൻകം ടാക്സ്, ഗിഫ്റ്റ്. നെറ്റ് പ്രോഫിറ്റ് 1,11,500 ആണ്. 1,38,000 ഗ്രോസ് പ്രോഫിറ്റ്. അങ്ങനെ ടോട്ടൽ 1,30,000. നെറ്റ് പ്രോഫിറ്റ് 1,11,500 ആണ്. ഇതാണ് ഫ്രം ദി ഫോളോയിങ് കമ്പ്യൂട്ട് ടാക്സബിൾ ബിസിനസ് ഇൻകം ആണ്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ തന്നിട്ടില്ല. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. 1,11,500 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡിസലവബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ബിസിനസ് എക്സ്പെൻസ് അലവബിൾ ആണല്ലോ. LIC പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേഴ്സണൽ എക്സ്പെൻസ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ്. അത് ഓണറുടേതായിരിക്കാം, അത് ബിസിനസ് എക്സ്പെൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ കാണിച്ചിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് കൂടൂലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. 2,100 ആഡ് ചെയ്യണം. നോക്കാം നമുക്ക്. 1,11,500 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. 2,100 LIC പ്രീമിയം ആഡ് ചെയ്യണം. 1,11,500 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആഡ് LIC പ്രീമിയം 2,100. ഓക്കെ, ഇനി എന്താ? സാലറി ബിസിനസിൻ്റെ എക്സ്പെൻസ് ആണ്. ബാഡ് ഡെറ്റ് റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഇത് ഡിസലവബിൾ ആണ്. അപ്പോൾ 8 ഇതിവിടെ കാണിക്കാൻ പാടില്ലായിരുന്നു. കാണിച്ചില്ലെങ്കിൽ ഇത് പ്രോഫിറ്റ് കൂടുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ 800 ആഡ് ചെയ്യണം. 800 ആഡ് ചെയ്തില്ലേ നോക്കൂ. ബാഡ് ഡെറ്റ് റിസർവ് 800 ആഡ് ചെയ്തു. ഓക്കെ, ഡൊമസ്റ്റിക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ആണ്, ബിസിനസ് എക്സ്പെൻസ് അല്ല, ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് അല്ല. ഈ 1,800 നമ്മൾ ആഡ് ചെയ്യണം. വേണ്ടേ? 1,800 നമ്മൾ ആഡ് ചെയ്തു. ദെൻ പിന്നെ നോക്കൂ, ഇൻകം ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണോ? അല്ല, ഡിഡക്റ്റബിൾ അല്ല. അത് നമ്മൾ ആഡ് ചെയ്യണം. 900 ഇൻകം ടാക്സ് ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഡക്റ്റബിൾ ഐറ്റം അല്ല. പ്രസൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസലവബിൾ ആണ്. അത് 1,100 ആഡ് ചെയ്യണം. 1,100 ആഡ് ചെയ്തു. അങ്ങനെ 6,700 ആണ് ടോട്ടൽ ആഡ് ചെയ്യേണ്ടത്. 1,18,200 ആണ് ടാക്സബിൾ ബിസിനസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം 1,11,500 ആയിരുന്നു. പക്ഷേ ടാക്സബിൾ ബിസിനസ് പ്രോഫിറ്റ് 1,18,200 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമ്പ്യൂട്ട് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓഫ് മിസ്റ്റർ ജോൺസൺ. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ഓരോ ഐറ്റവും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ ഓർമ്മ വരണം, ഇത് ഡിസലവബിൾ ആണോ അലവബിൾ ആണോ എന്നൊക്കെ. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്താണ്? ഡിസലവബിൾ ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് അലവബിൾ ആണ്. സാധാരണഗതിയിൽ അലവബിൾ ആണ്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അലവബിൾ ആണ്. ഇൻഷുറൻസ് ഓഫ് ഗുഡ്സ് അലവബിൾ ആണ്. ഈ LIC പ്രീമിയം ഡിസലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസലൗഡ് ആണ്. നോഷണൽ ഇൻട്രസ്റ്റ് ഡിസലൗഡ് ആണെന്ന് പഠിച്ചു. ഓഡിറ്റ് ഫീ അലൗഡ് ആണ്. ടാക്സ് കൺസൾട്ടൻസി ചാർജ് അലൗഡ് ആണ്. പക്ഷേ ഇൻകം ടാക്സ് ഡിഡക്റ്റബിൾ അല്ല കേട്ടോ. പക്ഷേ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏജൻസിക്കൊക്കെ റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൺസൾട്ടൻസി ചാർജായിട്ടൊക്കെ കൊടുത്താൽ അതെല്ലാം അലവബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അലവബിൾ ആണ്. ബാഡ് ഡെറ്റ് അലവബിൾ ആണ്. റിസർവ് ഫോർ ബാഡ് ഡെറ്റ് അലവബിൾ അല്ല.
entertainment of allowance ഇത് allowable ആണ്. ഗ്രോസ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ബോണ്ട്സ്, ഈ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ബോണ്ട് അതർ സോഴ്സിൽ വരേണ്ട ഇൻകമാണ്, ബിസിനസ്സിൽ വരേണ്ടതല്ല. ഇത് കമ്മീഷൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷനാണ്, അത് ബിസിനസ്സിൽ വരേണ്ടതാണ്. അപ്പം ഈ ഐറ്റംസ് ഡിസലബിൾ ആണോ അലവബിൾ ആണോ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ മറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ അലവബിൾ ഈസ് 15,000. ഡിപ്രീസിയേഷൻ ഒന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടിരുന്നില്ല, പക്ഷേ അലവബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ 15,000 ഉണ്ട്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ അവിടെ കാണിക്കാത്തത് കൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞു പോയിട്ടുണ്ട്, കാണിക്കാത്തതുകൊണ്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ 15,000 കൂടെ നമ്മൾ കുറയ്ക്കണം, പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ₹6,000 ബീങ് റെന്റ് ഫോർ ബിൽഡിംഗ് ഇൻ വിച്ച് ഹി റിസൈഡ്സ്. ഹാഫ് ഓഫ് ദി ബിൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ ബിസിനസ്. പകുതി മാത്രമേ ബിസിനസ്സിന് ഉപയോഗിക്കുന്നു, പകുതി ബിൽഡിങ് റെസിഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന, സ്വന്തം താമസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 30,000 എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസിൻ്റെ 6,000-ൽ 3,000 സെൽഫ് അയാളുടെ സ്വന്തം റെസിഡൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ 3,000 നമുക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഐറ്റംസ് വേണ്ടതെന്ന് ചെയ്തിട്ടുള്ളതെന്നെല്ലാം നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,40,200 ആണ്. നെറ്റ് പ്രോഫിറ്റ് 1,40,200. ഇത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഡിസലൗഡ് ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് അവിടെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, 27,000. പക്ഷെ ആ 27,000-ൽ ഒരു 6,000 രൂപയ്ക്കൊരു എന്തോ പ്രത്യേകതയുണ്ട്. എന്താണത്? 6,000 ബീങ് റെന്റ് ഓഫ് ബിൽഡിങ്ങിന്റെ റെന്റായിട്ട് കൊടുത്താണ്. അതിലാണ് ഇയാൾ താമസിക്കുന്നത്. അതിൽ ഹാഫ് ഓഫ് ദി ബിൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ ബിസിനസ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ്, 6,000-ന്റെ ഹാഫ് ആയിട്ടുള്ള 3,000 rupees നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. 6,000-ൽ 3,000 ബിസിനസ് റിലേറ്റഡ് അല്ലാത്തതാണ്, സെൽഫ് റെസിഡൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുന്നു. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഡിസലൗഡ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസലൗഡ് ആണ്, റിസർവ് ഫോർ ബാഡ് ഡെറ്റ് ഡിസലൗഡ് ആണ്. ഇത്രയാണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ 30,000 ആഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ബോണ്ട് ഞാൻ പറഞ്ഞു, അത് വരാൻ പാടില്ലായിരുന്നു, അത് അതർ സോഴ്സിൽ വേണ്ടതാണ്, അത് ഒഴിവാക്കുന്നു, ലെസ് ചെയ്യുന്നു. ഇനി ഡിപ്രീസിയേഷൻ നമ്മൾ അവിടെ കാണിച്ചിട്ടില്ലായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കാത്തത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും. അപ്പം പ്രോഫിറ്റ് കുറയുന്നു, 15,000 കുറയ്ക്കുന്നു. 35,000 കുറച്ചു 1,35,200 ആണ് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. ഇത് നന്നായിട്ട് പഠിക്കുക. സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.